ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് വയോധിക മരിച്ചെന്ന പരാതിയിൽ DME അന്വേഷണം ആരംഭിച്ചു. മരിച്ച ഉമൈബയുടെ മകൻ നിയാസിൽ നിന്ന് മൊഴിയെടുത്തു. സംഭവത്തിൽ കോളേജ് സൂപ്രണ്ട്, പ്രിൻസിപ്പൽ എന്നിവരുടെ മൊഴിയും രേഖപ്പെടുത്തും. മനീഷ് മഹിബാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, ഈ അന്വേഷണത്തിന്റെ ഭാഗമായുള്ള തുടർ നടപടികൾ എങ്ങനെയാണ്? ശ്രീജിത്ത്, നേരത്തെ ഷിബിന എന്ന യുവതി മരിച്ച സംഭവത്തിൽ ആഭ്യന്തര റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. പക്ഷേ ആഭ്യന്തര റിപ്പോർട്ട് പിന്നെ ന്യൂനപക്ഷ കമ്മീഷൻ തള്ളി. പക്ഷേ ഈ കേസിൽ ആഭ്യന്തരമായിട്ടുള്ള ഡോക്ടർമാരുടെ സംഘം മാത്രമല്ല അന്വേഷിക്കുന്നത്. DME കൂടെ, അതായത് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ കൂടി ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ എത്തിയിട്ടുണ്ട്. ഈ ഉമൈബയുടെ മരണവുമായി ബന്ധപ്പെട്ട് മകൻ നിയാസിന്റെ മൊഴി എടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ചികിത്സാ രേഖകൾ കൈമാറാൻ നിർദ്ദേശം നൽകി 1 മണിക്കൂറിനുള്ളിൽ എഴുതി തയ്യാറാക്കിയ പരാതി കൈമാറും. ഒപ്പം തന്നെ കോളേജ് സൂപ്രണ്ട് അബ്ദുൾ സലാമിന്റെയും ഒപ്പം തന്നെ പ്രിൻസിപ്പലിന്റെയും മൊഴിയെടുക്കും. ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ഇതിന്റെ പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ട് തയ്യാറാക്കും. ഒപ്പം തന്നെ ഈ ആശുപത്രിയിലെ ആഭ്യന്തര അന്വേഷണ സമിതി, ഡോക്ടർമാരുടെ അന്വേഷണ സമിതി അന്വേഷണം ആരംഭിച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ഈ റിപ്പോർട്ട് കൂടി ഇന്ന് ഈ DMEയുടെ മുൻപിൽ വെക്കും. അത് ഈ ആശുപത്രിയിൽ തന്നെ കാർഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ വിനയകുമാർ ചെയർമാനായ സംഘമാണ് ഇത് അന്വേഷിക്കുന്നത്. മറ്റ് DMEയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിലെ അന്വേഷണത്തിലുള്ളത് കൊല്ലം മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗം മേധാവി ഡോക്ടർ രഞ്ജു രവീന്ദ്രൻ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ആശുപത്രി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ KS ശ്രീകണ്ഠൻ എന്നിവരൊക്കെയാണ് ഈ അന്വേഷണ ചുമതലകൾ. എന്താണെങ്കിലും ഇന്ന് വൈകിട്ടോടുകൂടി ആഭ്യന്തര ഡോക്ടർമാരുടെ സംഘം നടത്തിയ അന്വേഷണ റിപ്പോർട്ടും ഒപ്പം തന്നെ ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം DMEയുടെ അന്വേഷണത്തിന്റെ പ്രാഥമിക വിവരവും വൈകിട്ടോടുകൂടി തന്നെ പുറത്തുവരും. ശരി, മനീഷ് മഹിബാൽ ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.